നമ്മളിപ്പോൾ ഇവിടെ എന്തോ കേന്ദ്ര സർക്കാർ കേരളത്തോട് ഒരു സവിശേഷമായിട്ടുള്ള അനുകമ്പ കാണിക്കണം, കാരുണ്യം കാണിക്കണമെന്ന് ആരും പറയുന്നില്ല. നമ്മൾ പിരിച്ചു കൊടുക്കുന്ന നികുതിയുടെ വിഹിതം കിട്ടണമെന്ന് മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ നൽകുന്ന പണത്തിൻ്റെ ഒരു വിഹിതം, അർഹമായ വിഹിതം നമുക്ക് തരൂ. നമ്മൾ കൊടുക്കുന്ന തുകയിൽ നിന്ന് കുറച്ച് പൈസ വേണമെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്നോക്കമായതുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മുടക്കിക്കോട്ടേത്. നമ്മൾ അങ്ങനെ ഇഗാലിറ്റേറിയൻ കോൺസെപ്റ്റ് ഉള്ളവരാണ്, പുരോഗമനക്കാരാണ് മലയാളികൾ. പക്ഷെ നമ്മുടെ പണത്തിൽ നമുക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം കിട്ടാതെ പോകുമ്പോഴുള്ള പ്രശ്നമല്ലേ ഇത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ സ്നേഹിതൻ ഇവിടെ പറഞ്ഞ മുഴുവൻ കളവെന്ന് പറയുന്ന വാക്ക് അൺപാർലമെന്ററി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവാസ്തവമാണ്. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം പറയാണ് റെയിൽവേ ബജറ്റ് 2017 റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റുമായിട്ട് മെർജ് ചെയ്ത്. അതിനുശേഷമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പിന്നീടുള്ള ബജറ്റുകളിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഞാൻ അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചതും പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചതും ഒക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ഇവിടെ പറഞ്ഞ ചില പെശകുകളുണ്ട്. എനിക്കൊന്നും ശ്രീ ആൽവിൻ പ്രകാശ് പറഞ്ഞ പെശകുണ്ട്. 8 കോടി ആൾക്കാരൊന്നും ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല. 2 കോടി ആൾക്കാർ മാത്രമാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് 8 കോടി ഉണ്ടാകും. 2 കോടി ആൾക്കാർ അവർ തന്നെ പല സ്ലാബുകളിൽ കിടക്കുന്നു, അവർ തന്നെ പഴയ സ്കീമിൽ കിടക്കുന്നു, അവർ തന്നെ പുതിയ സ്കീമിൽ കിടക്കുന്നു. നോക്കുക, അപ്പോൾ എത്ര ശതമാനം പേർക്ക്, ജനസംഖ്യയുടെ എത്ര ശതമാനം പേരെയാണ് ഈ പറയുന്ന ഇവർ വളരെ വിപ്ലവകരമെന്ന് പറയുന്ന സംഭവം ബാധിക്കാൻ പോകുന്നത്. ഇനി അദ്ദേഹം റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഷോക്കിംഗ് ആയി. എന്താ കാരണം, ഒന്നുകിൽ അദ്ദേഹം ബജറ്റിന്റെ രേഖ പരിശോധിക്കണം, അതല്ലെങ്കിൽ ബജറ്റ് രേഖ പരിശോധിച്ച ആൾക്കാരോട് അദ്ദേഹം ചർച്ച ചെയ്യണം. റൂറൽ ഡെവലപ്മെന്റ് സംബന്ധിച്ച് 2024-25 2,66,00,000 കോടി രൂപ വകയിരുത്തിയെങ്കിൽ പോലും അതിൽ 75,000 കോടി രൂപ ചെലവഴിച്ചില്ല. ഈ സർക്കാർ ചെലവഴിച്ചില്ല. അതായത് ഗ്രാമീണ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായി എന്നും അതുപോലെ കോവിഡ് കാലത്തിന് മുമ്പുള്ള കാലത്തെ കൂലി പോലും വേതനം പോലും ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് സാമ്പത്തിക സർവേ അടിവരയിട്ട് പറഞ്ഞപ്പോഴാണ് ഈ 75,000 കോടി രൂപ ചെലവഴിക്കാതിരുന്നത്. ക്രിമിനൽ കുറ്റമല്ലേ ഇത്? ക്രിമിനൽ കുറ്റമല്ലേ? ഇനി ഒന്നും കൂടി പറയാം. ഇവരിപ്പോൾ പറഞ്ഞ പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നഗരമേഖലയിലെ ആവാസ്, അതായത് ഈ പറഞ്ഞ വീട് വെക്കുന്ന സ്കീം, ആ വീട് വെക്കുന്ന സ്കീമിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം വകയിരുത്തിയതിൽ 16,000 കോടി രൂപ ചെലവഴിച്ചില്ല. 54% മാത്രമാണ് ആ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. ഞാനൊരു പ്രോജക്റ്റ്, അതായത് ഈ ബജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ പദ്ധതികൾ ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയാണ് പണം നീക്കി വെച്ചെന്നുണ്ട് നോക്കുക. ആന്ധ്രാപ്രദേശിലെ, ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ വിഴിഞ്ഞം എന്നുള്ളൊരു പദ്ധതിയുടെ പേര് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ആന്ധ്രാപ്രദേശിലെ പോളാവരം ഇറിഗേഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട്, അതായത് ചന്ദ്രബാബു നായിഡു BJPക്ക് പിന്തുണ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ബജറ്റിൽ 5,513 കോടി രൂപ ഈ പോളാവരം പദ്ധതിക്ക് നൽകി. 5,513 കോടി രൂപ. ഈ ബജറ്റിൽ 5,936 കോടി രൂപ എന്ന് വെച്ചാൽ ഈ 6 മാസത്തെ ഗ്യാപ്പിൽ, കഴിഞ്ഞ ഇന്ററിം ബജറ്റ് വന്നിട്ട് 6 മാസമായേ ഉള്ളൂ, ഈ 6 മാസത്തിനുള്ളിൽ 11,000 കോടി രൂപ, അതായത് ആന്ധ്രാപ്രദേശിലെ ഒരു പദ്ധതിക്ക് വേണ്ടി ഇവർ വിനിയോഗിച്ചു. ആ സമയത്താണ് കേരളം ഈ വലിയ ഒരു ദുരിതാശ്വാസ പദ്ധതിക്ക് വേണ്ടിയിട്ട് സഹായം ആവശ്യപ്പെട്ടത്, വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി സഹായം ആവശ്യപ്പെട്ടത്, വന്യമൃഗ ശല്യം പരിഹരിക്കാൻ വേണ്ടി ഒരു പാക്കേജ് ആവശ്യപ്പെട്ടത്, റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ. മാധു, ഒരു കാര്യം എല്ലാവർക്കും അറിയാം. അതായത് ഇവിടെ റബ്ബർ കമ്പനികൾ കാർട്ടലായിട്ട് പ്രവർത്തിച്ചിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തു. 1,700 കോടി രൂപ പിഴയിട്ടു. എന്താ കാരണം? റബ്ബർ കർഷകരെ അവർ സംയുക്തമായി കബളിപ്പിക്കുന്നു. കേരള ഗവൺമെന്റ് എത്ര കാലമായി പറയുന്നു, അതായത് ഇറക്കുമതി തീരുവ അല്പമൊന്ന് ഉയർത്തു. അതായത് കഴിഞ്ഞ 10 വർഷം BJP ഭരിക്കാൻ ആരംഭിച്ചിട്ട് 10 വർഷം കൊണ്ട് റബ്ബറിന്റെ ഇറക്കുമതി 11 മടങ്ങായി വർദ്ധിച്ചു. 11 മടങ്ങ്. അതായത് 45,000 ടണ്ണാണ് 10 വർഷം മുമ്പ് ഇറക്കുമതി ചെയ്തെങ്കിൽ ഇന്ന് അത് 6 ലക്ഷം ടണ്ണായി ഉയർന്നു. 1% നികുതിയെങ്കിലും ഇറക്കുമതി തീരുവയെങ്കിലും വർദ്ധിപ്പിക്കാൻ ഇവർ തയ്യാറായോ?
നോക്കുക, ഈ ബജറ്റിന്റെ സമീപനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ കേന്ദ്ര ബജറ്റ് സാർത്ഥകമാവൂ എന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കേരളം പിരിച്ചു നൽകുന്ന നികുതിയുടെ അർഹമായിട്ടുള്ള വിഹിതം നമുക്ക് നൽകണം. ഇനി കേന്ദ്ര ബജറ്റ് പരിശോധിക്കുക. കേന്ദ്ര ബജറ്റ് GDP-യുടെ 56% കടബാധ്യതയാണ് ഇവരുടെ. 56%, 57-56%. കേരളത്തെ ഇവർ കുറ്റപ്പെടുത്തി കടമെടുക്കുന്നു എന്നുള്ളത്. അതായത് ഇവരുടെ GDP ആയിട്ട് തുലനം ചെയ്യുമ്പോൾ 56%, 57% കടബാധ്യതയാണ്. നോക്കുക, അതായത് ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നിർമ്മലാ സീതാരാമൻ ബീഹാറിലെ മധുബനിയിൽ ഡിസൈൻ ചെയ്ത ഒരു സാരി ഉടുത്തു എന്നുള്ളത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതുപോലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളെ ബജറ്റിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചെറിയ ഘടകങ്ങൾ പോലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇനി ഡൽഹിയെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. അതായത് 8ാം ശമ്പള കമ്മീഷൻ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായിയിൽ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വേണ്ടിയിട്ടുള്ള അതായത് 8ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു. എന്താ കാരണം? ഇനി 6 മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാലും മതി, 3 മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതി. തിരക്ക് പിടിച്ച് അവർ പ്രഖ്യാപിച്ചു. ആ കമ്മീഷനെ പോലും രൂപീകരിച്ചിട്ടില്ല, പ്രഖ്യാപനം മാത്രം വന്നു. എന്തുകൊണ്ടെന്നാ ഡൽഹിയിലാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും തിങ്ങിപ്പാർക്കുന്നത്. ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ജനവിധിയെ റാഞ്ചി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ബജറ്റും പ്രഖ്യാപനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അതിന്റെ തുടർച്ചയായി ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടത്